19-ാം വയസ്സിലാണ് തിരുവനന്തപുരം ഈഞ്ചക്കൽ സ്വദേശി അനിൽ ഇന്ത്യൻ വ്യോമസേനയിൽ ജോലിക്ക് കയറുന്നത്. നീണ്ട 20 വർഷത്തെ സർവീസ്. ഇതിനിടെ ഇന്ത്യ ഒട്ടുക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് യാത്രകൾ, റിട്ടയർമെന്റിന് ശേഷവും റിട്ടയർ ആകാത്ത മനസ്സും ശരീരവും. അങ്ങനെ കഴിഞ്ഞ 10 വർഷമായി കനറ ബാങ്ക് ബ്രഹ്മോസ് ശാഖയിൽ ജോലി. ഇതിനിടെ ട്രക്കിങ്ങും പർവ്വതാരോഹണവും. നമ്മൾ 3 ദിവസം അഗസ്ത്യകൂടം എന്നൊക്കെ പറഞ്ഞാലും അതുപോലെ ഒരു ദിവസത്തെ രാവിലെ പോയി വൈകുന്നേരം വരുന്ന വരയാട് മുട്ട പൊന്മുടിക്കടുത്തുള്ളത്, അതൊക്കെ പറഞ്ഞാൽ വളരെ ടഫായിട്ടുള്ളൊരു ഇതാണ്. നമുക്ക് ഇവിടെ ഫേസ് ചെയ്യേണ്ട പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകൃതിയും അനിമൽസും ഉണ്ട്, നമ്മൾ അവരെയും കൂടെ ടാക്കിൾ ചെയ്യേണ്ടത്. ഈ പോയ കിളിമഞ്ചാരോ ആയാലും എൽബ്രസ് ആയാലും അങ്ങനെ ഒരു വന്യജീവികളുടെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും അവിടെ ഒട്ടുമില്ല, തീരെയില്ല, ഒന്നുമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് പോകാം. എവറസ്റ്റ് ബേസ് ക്യാമ്പ് അങ്ങനെയാണ്, ഒരു 13 ദിവസത്തെ ട്രക്കിംഗ്. അതിങ്ങനെ മലനിരകളാണ്, ഹിൽ റേഞ്ചസ് ആണ്. അപ്പോൾ അത് കയറി ഇറങ്ങി കൂടെ പോകുന്നതാണ്. കിളിമഞ്ചാരവും എൽബ്രസ് എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റ മൗണ്ടൻസ് ആണ്. സോ ഒരു 8 ദിവസം 7 ദിവസം കൊണ്ടൊക്കെ പോകാൻ പറ്റും. പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായ ടഫ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞാൽ ഈ ക്ലൈം ഹൈ സ്ലീപ്പ് ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിലോട്ട് നമുക്ക് ഏത് ഹൈറ്റിലാണ് നമ്മൾ സ്റ്റേ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ 2000 അല്ലെങ്കിൽ 3000 മീറ്റേഴ്സിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം നേരിട്ട് അവിടെ പോയി സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. ഓക്സിജൻ ലെവലെല്ലാം കുറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3000 കയറി അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് നമുക്ക് അവിടെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി വരുമ്പോൾ തന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങി ഒരു 2500 വന്നിട്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്നു. അപ്പോൾ സോ ദാറ്റ് നമ്മൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആവും അവിടെ. ദെൻ അഗെയിൻ നമ്മൾ 3000 സ്റ്റേ ചെയ്യണമെങ്കിൽ നമ്മൾ 3500 പോയിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ സ്റ്റേ ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് തിരിച്ച് 3000 വരും. അപ്പോൾ ഇങ്ങനെ ഒരു പാരബോളിക് ആയിട്ട് പോകുമ്പോൾ നമുക്ക് ബെറ്റർ അക്ലമറ്റൈസേഷൻ വരും. അക്ലമറ്റൈസേഷനിൽ നമുക്ക് നമ്മുടെ ബോഡി അതിനോട് ആ ഒരു കണ്ടീഷനോട് നമ്മുടെ ബോഡി പെട്ടെന്ന് യോജിച്ച് വരും. ബുദ്ധിമുട്ടുണ്ടായത് റഷ്യ തന്നെയായിരുന്നു. കാരണം ഇപ്പോൾ വാറിൻ്റെ ഒരു സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് വളരെയധികം ടൂറിസ്റ്റ്, എസ്പെഷ്യലി ട്രെക്കിംഗ് സംബന്ധിച്ച ടൂറിസ്റ്റ്, മൗണ്ടനിങ്ങും ട്രെക്കിംഗ് സംബന്ധിച്ച ടൂറിസ്റ്റ് വളരെ കുറവാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന്. സാറിന് ഇങ്ങനെ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഏറ്റവും അധികം കാണുന്നത് യൂറോപ്യൻസിനാണ്. അനിലിന്റെ പ്രയാണം തുടർന്നു. ഒരു കാലത്ത് മനുഷ്യൻ കീഴടക്കാൻ കഴിയില്ലെന്ന് വിധിയെഴുതിയ പല കൊടുമുടികളും അനിൽ നടന്നു കയറി. നമുക്ക് ആകപ്പാടുള്ള അഗസ്ത്യർകൂടവും പിന്നെ ഇലവഴിഞ്ഞും അങ്ങനെയുള്ള കുറച്ച് മൗണ്ടൻസ് ആണ്. ഓഫ്കോഴ്സ് അതിലൊക്കെ ട്രെക്കിംഗ് ചെയ്യുക, അതിലൂടെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക. പിന്നെ ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അത് തന്നെ ഒരു നമ്മൾ വെറും പിക്നിക്ക് പോലെയല്ല. ഫോറസ്റ്റ് യാത്ര തന്നെ വളരെ സൈലൻ്റ് ആയിട്ട് കാടറിഞ്ഞ് പ്രകൃതി അറിഞ്ഞൊക്കെ യാത്ര ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ അതിനെ സ്നേഹിക്കാനും ഒക്കെ നമ്മൾ പഠിക്കും. എത്ര മൗണ്ടൻ റേഞ്ച് കവർ ചെയ്തിട്ടുണ്ട്? റഷ്യയിലെ എൽബ്രോസ്, പിന്നെ ടാൻസാനിയയിലെ കിളിമഞ്ചാരോ, ആഫ്രിക്കയിലെ, പിന്നെ നമ്മുടെ എവറസ്റ്റ് ബേസ് ക്യാമ്പ്. എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് പറയുമ്പോൾ അതും ഏകദേശം ഇത്ര ഹൈറ്റ് ഉള്ളത് തന്നെയാണ്. കോസ്റ്റ് ഒരു വലിയ ഘടകമാണ്. നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കുമ്പോൾ 10 ലക്ഷം 12 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ അവിടെ തന്നെ സ്റ്റോപ്പ് ആവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇന്ത്യയിൽ ഏതെങ്കിലും ചെറിയൊരു മൗണ്ടൻ ചെയ്താൽ പോരെ എന്നുള്ളൊരു തോന്നലുണ്ടാവും. പിന്നെ രണ്ടാമത് ഈ കറക്റ്റായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഗൈഡും സ്യൂട്ടബിൾ ആയിട്ടുള്ള കമ്പനി ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് അത് വലിയൊരു ഹർഡലാണ്. കാരണം നമ്മൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ചീറ്റ് ചെയ്യപ്പെടാൻ സാധ്യത ഒരുപാടുണ്ട്. പിന്നെ സൈക്ലിംഗ് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. കാരണം നമ്മുടെ കാലുകൾക്ക് സ്ട്രെങ്ത് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മൗണ്ടൻ കയറുമ്പോൾ. പ്രത്യേകിച്ച് കയറുന്നതിനേക്കാളും ഇറങ്ങുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ അതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അടുത്തത് അർജൻറ്റീനയിലേക്ക് പോകണമെന്നൊരു പ്ലാനുണ്ട്. ലാറ്റിൻ അമേരിക്കയുടെ ഹയസ്റ്റ് മൗണ്ടനായ അക്കൻകാഗുവ, അത് ചെയ്യണമെന്നുണ്ട്. അതാണ് എൻ്റെ ഒരു അടുത്ത പ്ലാൻ. ദൃഢനിശ്ചയവും മനോബലവും ഉണ്ടെങ്കിൽ ഏത് പർവ്വതവും കീഴടക്കാമെന്നുള്ളതാണ് അനിലേട്ടൻ്റെ തിയറി. അതിന് പ്രായം ഒരു ഘടകമാകുന്നതേയില്ല. ക്യാമറമാൻ പ്രേം ശശിക്കൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.